ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനൂസ് റെസിപ്പി വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മറ്റു രാജ്യക്കാരുടെ ഫുഡ് നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. വേറെ ഒന്നുമല്ല, സോസേജ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കുറച്ച് സോസേജ് ഇരിപ്പുണ്ടായിരുന്നു, ഒരു 3-4 പീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് കണ്ടപ്പോൾ എനിക്ക് കത്തിയ ഒരു ഐഡിയ ആണ് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ സോസേജ് നമ്മൾ മത്തിക്കൊക്കെ വരഞ്ഞെടുക്കൂലേ എന്ന പോലെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 സൈഡിൽ, 4 സൈഡിലില്ല, 2 സൈഡിൽ മാത്രം ഒന്നിങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ അതിൻ്റെ ഒരു പകുതി മതി അത്രത്തോളം മഞ്ഞൾപ്പൊടി, അടുത്തതായിട്ട് ലേശം വെളുത്തുള്ളീൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ലേശം ഇഞ്ചിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും കണക്കില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ലേശം നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലേശം പേരിന് മാത്രം ലേശം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ലേശം സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, ഇതിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സോയാ സോസും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഡ്രൈ ആയി തോന്നി, അപ്പോൾ ഞാൻ അതിലേക്ക് ലേശം സുർക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓവറായിട്ട് പുളിൻ്റെ ആവശ്യമില്ല, നമുക്ക് അതിന് പകരം എന്തെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എന്തായാലും ചേർത്ത് കൊടുത്ത് ഈ ഒരു പരിവായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അധിക നേരം ഒന്നും റെസ്റ്റിന് വെച്ചിട്ടൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വെച്ചു എന്ന് മാത്രം. പിന്നെ അടുത്തതായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ അത് ചൂടായോ എന്ന് അറിയാൻ വേണ്ടി ഒരു പൊട്ട് മസാല മാത്രം അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മളെ സോസേജ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 4 പൊറോട്ട എടുക്കുന്ന കണ്ടിട്ടൊന്നും തോന്നരുത്, നടുക്കൊരു ഒന്ന് പൊന്തി വന്നിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഫ്രൈ പാൻ അങ്ങനെ ആവുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണാവോ, എൻ്റെ നാട്ടിലുള്ള ഒരു ചട്ടി ഇതുപോലെ തന്നെയാണ്, ഇവിടെയുള്ള ഒരു ചട്ടിയാണെങ്കിലും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ചട്ടി ഇങ്ങനെ ആവുന്നതിൻ്റെ കാര്യകാരണങ്ങൾ അറിയുന്നവരും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ആവണത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്, പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു സൈഡ് ആയപ്പോൾ, ഇത് 4 സൈഡ് ഉണ്ട് കേട്ടോ അതിന്, അപ്പോൾ ഓരോ സൈഡായിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒരു സൈഡ് ആയപ്പോൾ മറ്റൊരു സൈഡിലേക്ക് വേണ്ടിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മുടെ സോസേജ് ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഓരോന്നായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങ് സെർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മുടെ സോസേജ് ഫ്രൈ ഇവിടെ കിഡിലനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മറ്റു രാജ്യക്കാർക്ക് മാത്രമല്ല നമുക്കും ഇതൊക്കെ സെറ്റാകും. അപ്പോൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ മേലെക്കൂടെ ഒന്ന് ജസ്റ്റ് തൂവി കൊടുത്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റ, ബൈ ബൈ, സീ യു.